ഇനിയിപ്പോൾ ഇവിടുന്ന് തൊട്ട് കുറേ വണ്ടി കിടക്കുന്നത് നമ്മുടെ 1952 മോഡൽ ഒരു ഹിന്ദുസ്ഥാൻ 14 എന്ന് പറയുന്നൊരു വണ്ടിയും, പിന്നെ അതേ 1956 മോഡൽ ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നൊരു വണ്ടി ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അതേ ഈ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു വണ്ടിയായിരിക്കും, ലൂസിഫറിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റീഫന്റെ വണ്ടി. ഇതൊരു 1961 മോഡൽ ഹിന്ദുസ്ഥാൻ അംബാസിഡർ മാർക്ക് ഫസ്റ്റ് മോഡൽ വണ്ടിയാണ്. അടിപൊളി ലുക്ക്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ പുറകിലത്തെ ഇവിടെ ഒരു വണ്ടി ഇത് കണ്ടില്ലേ, ഇതൊക്കെ കാണാൻ എന്ത് ലുക്കാണോ നോക്കി ഈ വണ്ടിയൊക്കെ, നല്ല കിഡിലൻ ലുക്ക്. നല്ല ഇതൊക്കെ നമ്മുടെ ഇന്ത്യ ഷെവർലെറ്റിന്റെ ഒരു ബെൽ എയർ എന്ന് പറയുന്നൊരു വണ്ടിയാണ്, നമ്മുടെ ഇന്ത്യയിൽ നിർമ്മാണിച്ചേക്കുന്ന വണ്ടിയൊന്നുമല്ല. അതേപോലെ തന്നെ ഇതും വേറൊരു വണ്ടിയാണ്. രണ്ടിന്റെ ഫ്രണ്ടിൽ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു സ്റ്റൗബേക്കർ ചാമ്പ്യൻ ഒരു 1955 മോഡലിന്റെ വണ്ടിയാണ് ഈ കാണുന്നത്. ഇതാണെങ്കിൽ എല്ലാം നല്ല കാണാൻ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്, നല്ല ക്ലീൻ ആയിട്ടാണ് വണ്ടികൾ ഇരിക്കുന്നത്. 1960 മോഡൽ പ്യൂഗട്ട് 404 വെർലൈൻ ഗ്രാൻഡ് ടൂറിസം എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. ഇതിന്റെയൊക്കെ പെയിന്റിംഗ് ഉണ്ട്, എന്ത് നല്ല ക്ലിയർ ആയിട്ടായിരിക്കുന്നത് നോക്കി, നല്ല ക്ലീൻ ആയിട്ടല്ല ഇരിക്കുന്നത് നോക്കി വണ്ടി. ലുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വെട്ടം അടിക്കുന്നുണ്ട് കേട്ടോ, കുറച്ചൊരു ഡിഫറൻസ് കാണുന്നത്. നല്ല അടിപൊളി കേട്ടോ വണ്ടി എന്താണ് എനിക്ക് കാണാനായിട്ട്. ഇവിടെ ഒരു വലിയ വില്ലൻ കിടപ്പുണ്ട്. ഇവനാണ് ഷെവർലെറ്റിന്റെ ഇംബാല എന്ന് പറയുന്ന ഒരു മോഡൽ. ഷെവർലെറ്റ് ഇംബാല എന്ന് പറഞ്ഞാൽ എന്ത് നീട്ടമാണെന്ന് നോക്കി. ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിച്ചത്, ഇതിന്റെ ഉള്ളിൽ ആ ഇൻസൈഡൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കത്. ലൈറ്റ് അടിച്ചിട്ട് നല്ല ലക്ഷൂറിയസ് ആയിട്ടാണോ അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട്, ഷെവർലെറ്റ് ഇംബാല എന്ന് പറയുന്ന വണ്ടി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഞാനിത് കാണുന്നത്. പിന്നെ മാക്സിമം ടോപ്പ് സ്പീഡൊക്കെ എന്ന് പറഞ്ഞാൽ 150 കിലോമീറ്റർ സ്പീഡാട്ടോ. ഒരു 3859 cc എഞ്ചിനായിരുന്നു ഇതിൽ വന്നുകൊണ്ടിരുന്നത്. മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ 2000 RPM 294 Nm ഒക്കെ ഉണ്ടായിരുന്നു. ന്യൂട്ടൺ മീറ്റർ ഒക്കെ വന്നുകൊണ്ടിരുന്ന സാധനമാണ്. 3 സ്പീഡിലാണ് ഇത് ഇത്ര ഉണ്ടായിരുന്നതെന്ന് ആലോചിക്കണം. എന്നാൽ ഈ 150 കിലോമീറ്റർ സ്പീഡൊക്കെ കയറിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ നമ്മുടെ സാധനം തന്നെയല്ലേ. അപ്പം ഈ ഫ്ലോറിലൊരു ലാസ്റ്റ് ഇരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1967 മോഡൽ ഹിൽമാൻ ഹണ്ടർ എന്ന് പറയുന്ന ഒരു യുണൈറ്റഡ് കിങ്ഡംകാരനാണ്. പിന്നെ അതേപോലെ തന്നെ അതാ ഇവിടെ ഒരു ഒപ്പലിന്റെ ഒരു 1965 മോഡൽ ദ ഒപ്പൽ റെക്ഫോർഡ് സീരീസ് ബി എന്ന് പറയുന്ന ഒരു ജർമ്മനിക്കാരനുമാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. ഈ ഒപ്പൽ എന്ന് പറയുന്ന വണ്ടിയൊക്കെ പണ്ട് തൊട്ട് നമ്മുടെ ഇന്ത്യ കുറേ ആളുകൾക്ക് പരിചിതമായിട്ടുള്ളതെന്നറിയാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടും തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും ഒരു ലാസ്റ്റ് ഒരു വണ്ടി കിടപ്പുണ്ട്. ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇവനും ഒരു 1947 മോഡൽ സ്റ്റഡ് ബേക്കർ ചാമ്പ്യൻ USA കാരനാണ് കേട്ടോ ഈ കിടക്കുന്നത്. സ്റ്റഡ് ബേക്കർ ചാമ്പ്യൻ എന്ന് പറയുന്നത് USA കാരനാണ്. ഇവൻ്റെ ഫീച്ചേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ആ ഒരു 1947 ഉള്ള ഫീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത് കണ്ടില്ലേ ആ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചേക്കുന്ന നോക്കി. നമ്മളൊക്കെ കണ്ണു തള്ളിപ്പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ് കയറുന്നത് ഈ കിടക്കുന്നതിനൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ കുറേ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവരെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. എന്താണെങ്കിലും ഇന്നൊക്കെ ഒരു ഭയങ്കര വലിയ ആള് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഏകദേശം ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് നേരെ ഇതിന് താഴത്തോട്ട് കുറേ കാര്യങ്ങളുണ്ട്. അച്ഛനെ എവിടെ കണ്ടു, അപർണേനെ സതിയമ്മ എവിടെ പോയെന്ന് കണ്ടുപിടിക്കണം. കുറച്ച് വെട്ടക്കുറവായിരിക്കും കേട്ടോ. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്നെയൊക്കെ കാണാനൊക്കെ കുറച്ച് ഡാർക്കായിട്ടായിരിക്കും കാണുന്നത്. കാരണം അതിന് മാത്രമുള്ള വെട്ടമുള്ളത് ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. കുറച്ച് വെട്ടമാണ്, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നേരെ താഴത്തോട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതിൻ്റെ താഴത്തെ ഫ്ലോറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു കറങ്ങുന്നതിലൊരു വണ്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു കുറേ അങ്ങ് സൈഡിലായിട്ട് ഒരു വണ്ടിയുടെ കുറേ ഡീറ്റെയിൽസ് ടയർ കാര്യങ്ങളെല്ലാം മാറ്റി എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ 800 കിടപ്പുണ്ട്, SS 800 കിടപ്പുണ്ട്, നമ്മുടെ EVയുടെ ഒരു വണ്ടി കിടപ്പുണ്ട്. പിന്നെ അത് അവിടെ ഒരു മറ്റടവർ കിടക്കുന്നുണ്ട്. അടിപൊളിയാണ് കാണാൻ വേണ്ടി. പിന്നെ അവിടെയൊക്കെ കുറേ വണ്ടികൾ കിടപ്പുണ്ട്. ഞാൻ പ്രധാനമായിട്ട് വിട്ടുപോയത് ഇവിടെ ഒരു വലിയ കൊമ്പൻ കിടപ്പുണ്ട്, ഒരു കൊലകൊമ്പൻ 1953 മോഡല് ഗാസ് 69 എന്ന് പറയുന്നൊരു വണ്ടിയാണ്. ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാട്ടോ, അതുകൊണ്ടാണ് ഇത് കുറച്ച് ഇതായിട്ട് കാണുന്നത്. ഗാസ് 69 എന്ന് പറയുന്നൊരു വണ്ടിയാണ്. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ സൈഡിൽ കാണിച്ചു തരാം ക്ലിയർ ആയിട്ട്. നല്ല അടിപൊളി ലുക്കായിട്ടുള്ളൊരു വണ്ടിയാട്ടോ ഈ കിടക്കുന്നത്. അച്ഛൻ ഇതിൽ ഏതെങ്കിലും ഒരു വണ്ടി ഇതിനു മുമ്പ് എത്ര വണ്ടി കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പിൽ? അത് നമ്മുടെ അംബാസഡർ അങ്ങനെയുള്ള വണ്ടികൾ, ഫിയറ്റിന്റെ കുറെ ഫിയറ്റിന്റെ വണ്ടിയൊക്കെ അവിടെ കുറെ കിടപ്പുണ്ട്. പിന്നെ ഈ കിടക്കുന്ന സാധനം കണ്ടിട്ടുണ്ടോ? ഇത് ഇംബാല എന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയൊരു വണ്ടിയായിരുന്നു കേട്ടോ, ഭയങ്കര വലിയതായിട്ടുള്ള. അവരുടെ ഏതെങ്കിലും വണ്ടി കണ്ടിട്ടുണ്ടോ? അംബാസഡർ. സതിയമ്മയോ? സതിയമ്മ ഏതെങ്കിലും വണ്ടി കണ്ടിട്ടുണ്ടോ? സതിയമ്മ ഏതെങ്കിലും വണ്ടി കണ്ടിട്ടുണ്ടോ?
ഏത് വണ്ടിയാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത്? ഏതെങ്കിലും വണ്ടി നേരിട്ട് കണ്ടിട്ടുണ്ടോ അതിന് മുമ്പ്? റോട്ടി വെച്ച് കണ്ടിട്ടുണ്ടോന്ന്? നടക്കുന്ന വണ്ടി ഒപ്പൽ എന്ന് പറയുന്ന വണ്ടി കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് താഴത്തെ ഇതിൻ്റെ അകത്തൊന്ന് പോകാം. പിന്നെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങുന്നത് ഇങ്ങനെ ഒരു ചുറ്റിയുള്ള ഒരു ഇതിൻ്റെ അകത്തോടെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങി പോകണേ. ഇതുണ്ടല്ലേ, ഇതിപ്പോൾ ഈ വണ്ടി കയറ്റിക്കൊണ്ട് വരാനും ഇറക്കൊണ്ട് പോകാനും അതേ രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു. ചുറ്റും ഗ്ലാസ് ആട്ടോ ഇട്ടേക്കുന്നത്. നല്ല അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കണ്ടോ ഒരു നമ്മളെ പണ്ടത്തെ ഫ്ലൈറ്റ് മാതിരി ഒരു അവർ കണ്ടുപിടിച്ചില്ല, എന്നാ അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവർ കണ്ടുപിടിച്ചൊരു ഫ്ലൈറ്റിൻ്റെ മോഡലുള്ള ഒരു സാധനമാണ് കാണുന്നത്. നല്ലൊരു സാധനമാണ്, മറ്റേ പാരഷൂട്ടൊക്കെ പോലെ തന്നെ ഇരിക്കും. പിന്നെ അതേപോലെ തന്നെ അവിടെ കുറച്ച് സ്കൂട്ടറുകാരും ഇരിപ്പുണ്ട് കേട്ടോ. എന്നാണെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോവാം. ഇവിടെ നിന്നൊക്കെ ഇവനെയൊക്കെ കാണുമുണ്ടല്ലോ. സത്യം പറഞ്ഞ് എൻ്റെ വണ്ടിപ്രാന്തന്മാർക്കൊരു പറുദീസയാണെന്ന് പറഞ്ഞത്. വണ്ടിപ്രാന്തന്മാർക്ക് ഭയങ്കര വലിയൊരു ലോകം കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞു, ഇത് ചെറിയ വണ്ടി തൊട്ട് ലോറി എല്ലാ സാധനങ്ങളും കാണാം. ഈ നമ്മൾ താഴത്തോട്ട് വരുമ്പോൾ കുറച്ച് കൂടിയ മോഡൽ വണ്ടികളെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ ഈ ഒരു സാധനം, ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ആക്ച്വലി മറന്നുപോയി. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറേ ചേതക്കും പിന്നെ വേറെ കുറച്ച് വണ്ടികളും വെച്ചിട്ടുണ്ട്. അപ്പുറം കുറേ വണ്ടിയുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയ ഇതിൻ്റെയൊക്കെ ബാക്കൊക്കെ നോക്കി അതാണ് ഇടിച്ച് പരത്തി വെച്ചേക്കുന്ന മാതിരിയുള്ളൊരു ഇതാണ് കേട്ടോ കാണുന്നത്. ഇത് ഏത് വണ്ടിയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. ഒരു 1958 മോഡൽ ഓസ്റ്റിൻ A40 ഫാർണിയ MK1 എന്ന് പറയുന്നൊരു വണ്ടിയാട്ടോ ഈ കാണുന്നത്. എന്താണോ ഇതൊന്നും നമ്മളൊന്നും കണ്ടിട്ട് പോലില്ലാത്ത വണ്ടികളാണ്. നല്ല വലിയ വണ്ടി കേട്ടോ. ഈ വണ്ടിയുണ്ട്, ഒരു പ്രത്യേക സൈസ് മോഡൽ വണ്ടി. 1969 സ്റ്റെയർ പുച്ച് ഹാഫ് ഫിംഗർ എന്ന് പറയുന്നൊരു വണ്ടി കേട്ടോ. പുച്ച് ഇത് വണ്ടിയായിരുന്ന പഞ്ചെന്തെങ്കിലും പറയാം, പുച്ച് എന്നൊക്കെ ഇട്ടായിരുന്നു. 1957 മോഡൽ ഫിയസ്റ്റ 1100 എലഗന്റ് എന്ന് പറയുന്നൊരു വണ്ടിയാണ് ഈ കാണുന്നത്. ഇതൊക്കെ കുറേ ആളെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും റോഡുകളിൽ. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ 1964 മോഡൽ 64 മോഡൽ ഫിയറ്റ് 1100 ആണ്. അതിൻ്റെ കുറച്ചും കൂടെ മാറ്റിയിട്ട് സൂപ്പർ സെലക്ട് എന്ന് പറയുന്നൊരു വേരിയൻ്റാണ് ഈ വണ്ടി. ഇതെല്ലാം കുറേ ഫിയറ്റിൻ്റെ വണ്ടിയാട്ടോ ഈ കാണുന്നില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇത് നമ്മൾ കണ്ടിട്ടില്ല ഈ വണ്ടി. ഇത് 1994 മോഡലാണ്. ഇത് നമ്മളൊരു സിനിമയ്ക്കകത്ത് ഇടുന്നുണ്ട്. ഇതെൻ്റെ ടയറാണ്, എൻ്റെ ടയർ ഇതാണെന്നൊക്കെ പറഞ്ഞ് കൊച്ചിൻ ഹനീഫ പറയുന്നൊരു സിനിമ ഉണ്ടല്ലോ. ആ സിനിമയ്ക്കകത്ത് കാണുന്നൊരു ടാക്സിനെ പോലെ ഇല്ലേ നമ്മുടെ കൊച്ചിൻ ഹനീഫ കൊണ്ട് നടക്കുന്നത്. 1994 മോഡൽ ഒരു വണ്ടിയാണ്. അത് കന്നഡയിലാണ് ഫുൾ ഡീറ്റെയിൽസ് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പ്രീമിയർ പത്മിനി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പ്രീമിയർ പത്മിനി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മുടെ അംബാസഡർ ചേട്ടനാണ് ഈ കിടക്കുന്നത്. 1981 മോഡൽ ഒരു അംബാസഡറാണ് ഈ കാണുന്നത്. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഡാറ്റ്സണിൻ്റെ ഒരു വണ്ടി ഉണ്ടോ, ഡാറ്റ്സണിൻ്റെ ഒരു വണ്ടിയാണ് ഇത്. അദ്ദേഹം ഓൺ ചെയ്തിരുന്ന വണ്ടി കേട്ടോ ഡാറ്റ്സണിൻ്റെ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്നു കുറേ ലോറി കുട്ടന്മാർ. ഇതൊരു ചെറിയൊരു ലോറിയാണ്. ഇത് ഏതാ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1958 വില്ലീസ് ട്രക്ക് 475 എന്ന് പറയുന്ന ഒരു US മെയ്ഡ് വണ്ടിയാണ്. USA വണ്ടിയാണ് കേട്ടോ. ഒരു ലുക്ക് വണ്ടി തന്നെയാണ് എന്താണെങ്കിലും. പിന്നെ അതാ ഇങ്ങോട്ടൊരു ലോറി വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഉണ്ടായിരുന്ന തന്നെ ഒരു ലോറിയാണ് MYX 5206, ഒരു ഫോർഡിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ല. കാരണം നമ്മളൊന്നും ഈ വണ്ടിയൊന്നും ഒത്തിരി കണ്ടിട്ട് പോലുമില്ല. അപ്പം ഒരു ഫോർഡിൻ്റെ ഒരു ലോറിയാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ടാറ്റയുടെ ഒരു ലോറിയാണ് ഇതാ ഈ കിടക്കുന്നത്. MEW 4576 എന്ന് പറയുന്നത് 1973 മോഡൽ 6 സിലിണ്ടർ ഡീസൽ വണ്ടിയാണ്. ഏകദേശം 5000 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഉണ്ടല്ലേ. അടുത്തായിട്ട് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഉക്രൈൻ്റെ ഒരു മിലിറ്ററി ട്രക്കാണ്. 1981 മോഡൽ KRAZ 260 എന്ന് പറയുന്നൊരു മിലിറ്ററി ട്രക്കാണിത്. ഇതിൻ്റെ ടയറൊക്കെ കണ്ടില്ലേ, ടയറും ആ ഡിഫറൻഷ്യലൊക്കെ എന്ത് ഭയങ്കര വലിയ വണ്ടിയാണെന്നുണ്ടല്ലേ. ഇത് കണ്ടില്ലേ, അത് ഭയങ്കര നീട്ടമുണ്ട് ഈ വണ്ടിക്ക്. ഇതിൻ്റെ പുറകോട്ടും തന്നെ അതിൻ്റെ ടയർ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ. അവിടെ 2 ടയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടയറിൻ്റെ വലിപ്പമൊക്കെ കണ്ട് തന്നെ പേടിയാണ് കേട്ടോ. ഭയങ്കര വലിയൊരു വണ്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ മേളിലൊരു ടയർ കൊടുത്തിട്ടുണ്ട്. ഒരു ഭീമാകാരനായിട്ടുള്ള വണ്ടി കേട്ടോ. ഇതിൻ്റെ വിഷ്വലിൻ്റെ അകത്ത് ഈ നമ്മുടെ വീഡിയോയ്ക്കകത്ത് എത്രത്തോളം ഇതിൻ്റെ ആ വലിപ്പം നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ ഭയങ്കര വലിയ വണ്ടിയാണ്.
നിങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ് വന്ന് കണ്ടു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ അറിയാൻ പറ്റുള്ളൂ. അത് നോക്കി അതിൻ്റെ അടുത്ത് ആൾക്കാർ നിന്ന് കഴിയുമ്പോഴത്തേന് ആ വണ്ടിയുടെ പൊക്കവും കാര്യങ്ങളൊക്കെ നോക്കി ഏകദേശം അത്രയും പൊക്കം വരുന്നുണ്ട്, അതേ രീതിയിലുള്ള പൊക്കം വരുന്നുണ്ട് ആ വണ്ടിക്ക്. ഇനി അവിടെ കുറച്ച് വണ്ടികൾ ഈ സൈഡിലൊക്കെ ആയിട്ട് കുറേ വണ്ടി കിടപ്പുണ്ട്. ഇത് കണ്ടില്ല, ഇവിടെ ഒരു വുഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, വുഡ് തീർത്തേക്കുന്ന തടിയിൽ തീർത്തേക്കുന്ന ഒരു വണ്ടിയാട്ടോ ഈ കിടക്കുന്നത്. അത് ഈ വണ്ടിയാണെന്ന് തോന്നുന്നു. നമ്മൾ മുകളിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കറങ്ങിക്കൊണ്ടിരുന്ന ഒരു വണ്ടി കണ്ടില്ലായിരുന്നു, ഈ വണ്ടിയാണ്. ആ മുകളിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ കറങ്ങിക്കൊണ്ടിരുന്നത്. ഒരു കെയിൻ ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, മൊത്തം തടിയിലട്ടോ ചെയ്തേക്കുന്നത്. ഈ വണ്ടി ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് തടിയിൽ ഫിനിഷ് ചെയ്തേക്കുന്നത്. അല്ല, ഈ വണ്ടിയല്ല, ഇതിൻ്റെ അപ്പുറമാണ് ഉണ്ടായിരുന്നത്. ഈ അപ്പുറം ഉണ്ടായിരുന്നൊരു വണ്ടി കേട്ടോ. ഇത് മുഴുവൻ തടിയിലൊക്കെയാണ് ഇതിൻ്റെ ഡോറ് കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ മോഡല് കാര്യങ്ങളൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. അതാണെങ്കിൽ നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഫിനിഷിലാണ് ഈ വണ്ടി ഇരിക്കുന്നത്, നല്ല അടിപൊളി ഫിനിഷാണ്. അതേപോലെ തന്നെ ആ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലൊക്കെ ഒന്ന് നോക്കി, എന്നാ ഭയങ്കര വലിയ വണ്ടിയാണെന്നറിയാമോ, എത്ര വലിപ്പമാണെന്ന് നോക്കി ഈ വണ്ടിയുടെ ടയറും ഇതിനൊക്കെ. എന്താണല്ലേ, നമുക്കൊക്കെ ഈ വണ്ടിയൊക്കെ ഇവിടെ വന്നില്ലായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിന് മുമ്പ്. അങ്ങനത്തെ പല വണ്ടികളുണ്ട്. നിങ്ങളൊരു വണ്ടി ഭ്രാന്തനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. വീട്ടിലേക്ക് വരുവാണെങ്കിൽ കുറേ ഒരു ബെൻസ്, ഒരു 2008 മോഡൽ ഒരു ബെൻസ് വെച്ചിട്ടുണ്ട് ഇവിടെ. അതായത് ഇവിടെയെല്ലാം കുറേ ബെൻസിൻ്റെ മോഡലൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ മിക്ക ആൾക്കാരും കണ്ടാണ്. പിന്നെ ഇതൊരു BMW വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിയുടെ പേര് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് ഈ വണ്ടി കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1990 മോഡൽ ടൊയോട്ട കൊറോള 16 GL എന്ന് പറയുന്നൊരു വണ്ടി കേട്ടോ അത്. പിന്നെ ഇതെല്ലാം കുറേ ബെൻസാണ്, ഈ കാണുന്നതെല്ലാം കുറേ ബെൻസും കുറേ വണ്ടികളൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു 1946 മോഡല് ഡോഡ്ജ് പവർ വാഗൺ എന്ന് പറയുന്നൊരു വണ്ടി കാണുന്നുണ്ടോ. ഇതൊരു ആറ്റം സാധനം തന്നെയാണ്. ഇത് കണ്ടില്ല എന്ത് വലിപ്പമാണെന്ന് നോക്കി ഈ വണ്ടിയുടെയൊക്കെ, അടിപൊളി വലിപ്പം കേട്ടോ. അതിൻ്റെ സൈഡിൽ തന്നെ ആ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഡോഡ്ജ് പവർ വാഗൺ എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ജീപ്പും കിടപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ കണ്ടു നല്ല പരിചയമുണ്ടാണ്. ഇതൊന്നും റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് അല്ല കേട്ടോ ഈ വണ്ടികളൊന്നും, എല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടികളാണ്. ഇതൊരു വില്ലീസാണ് ഈ കാണുന്നത്. എന്താണെങ്കിലും ലുക്ക് സാധനം കേട്ടോ ഇതൊക്കെ. ഇവിടെ ഒരു തനി ഇരിപ്പുണ്ട്, നിർത്തിപ്പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് നമ്മളൊരു ജാവയാണ് ഈ ഇരിക്കുന്നത്. നല്ല അടിപൊളി വണ്ടി കേട്ടോ, നല്ല ഫിനിഷിങ്ങിലാണ് ഈ ഇരിക്കുന്ന വണ്ടി. ഇതിൽ കുറേ വണ്ടികളും തന്നെ മുഴുവൻ മൈസൂർ രജിസ്ട്രേഷനുണ്ട്. ഈ എംബൈലിനൊക്കെ ചെയ്തേക്കുന്ന മൈസൂർ രജിസ്ട്രേഷനാണ്, മൈസൂർ രജിസ്ട്രേഷൻ്റെ വണ്ടികളാണ് കുറേ തന്നെ. പിന്നെ ബാക്കിയുള്ള കുറേ കർണാടക രജിസ്ട്രേഷൻ വണ്ടികളുണ്ട്, കുറേ വണ്ടികളുണ്ട്. പിന്നെ ഈ കുറേ കിടക്കുന്ന ഇവനാരാന്ന് മനസ്സിലായോ, ഒരു ജാഗ്വർ ആട്ടോ ഈ കിടക്കുന്നത്. നല്ല അടിപൊളി ലുക്കിൽ കിടക്കുന്ന ഒരു ജാഗ്വറാണ്. സ്റ്റിൽ ഇറ്റ് ഈസ് വർക്കിംഗ് ഫൈൻ. അതിൻ്റെ ആ സെൻസർ ലൈറ്റ് തെളിയുന്നത് നിങ്ങൾക്ക് കാണാം. ബാറ്ററിയൊക്കെ നല്ല കണ്ടീഷനിലിരിക്കുന്ന വണ്ടിയാണ്. പിന്നെ അത് ഇവിടെയും അതേപോലെ തന്നെ ഒരു വലിയൊരു വണ്ടി കിടപ്പുണ്ട്. എന്ത് നീളമാണെന്ന് നോക്കി ഇവൻ്റെയൊക്കെ നീളം. 1989 മോഡല് കാഡിലാക് ഫ്ലീറ്റ് വുഡ് എന്ന് പറയുന്നൊരു വണ്ടി കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. എൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ അടിപൊളി നല്ല പക്ക ഫിനിഷിനാണ് അതിൻ്റെ ഇരിക്കുന്നത്. ആ ടയറൊക്കെ നോക്കി, ആ വീലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി വീലാണ്, സൂപ്പർ ഡ്യൂപ്പർ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു മസ്തയുടെ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്. മസ്തയുടെ ഇത് ഏത് മോഡലാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വണ്ടി കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ പേര് നോക്കി കഴിഞ്ഞിട്ട് തന്നെയാണ് മനസ്സിലാവുള്ളൂ. മസ്തയുടെ ഒരു അടിപൊളി വണ്ടിയാണ്, കർണാടക രജിസ്ട്രേഷൻ തന്നെ. 1967 മോഡല് മസ്ത ലൂസ് 1500 SS SUSV സീരീസ് എന്ന് പറയുന്നൊരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. നല്ല അടിപൊളി ലുക്കാട്ടോ. എന്നാൽ ഇവർ ഈ വണ്ടി എങ്ങനെയാണ് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അടിപൊളി ലുക്കിലാട്ടോ ഈ വണ്ടിയെല്ലാം കിടക്കുന്നത്. ഓസം ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസം ലുക്ക്. പിന്നെ അവിടെയും വേറെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. 1987 മോഡലൊരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഏതാണെന്ന് എനിക്ക് വായിച്ചു നോക്കാൻ കർണാടക പേര് എഴുതി വെച്ചൊന്നും മനസ്സിലായില്ല. പിന്നെ നമ്മുടെ ഒരു അംബാസിഡർ കിടപ്പുണ്ട്, അതിൻ്റെ അപ്പുറം വേറൊരു വണ്ടിയും കിടപ്പുണ്ട്, കാണിച്ചു തരാം. നമ്മൾ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കറങ്ങിക്കൊണ്ടിരുന്ന വണ്ടി ഉണ്ടല്ലേ, ആ വണ്ടിയാണ് ഈ കിടക്കുന്നത്. 1926 മോഡൽ മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു വണ്ടി ആട്ടോ കിടക്കുന്നത്. നല്ല അടിപൊളി ലുക്കായിട്ടാണ് ഈ വണ്ടി ഇപ്പോഴും ഇരിക്കുന്നത്. ഒരു പടുത്തയാണ് അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്നതെങ്കിലും കാണാൻ നല്ല അടിപൊളി ലുക്കാട്ടോ. ആ ഹെഡ്ലൈറ്റ് ഒക്കെ ആണെങ്കിലും നോക്കി നല്ല അടിപൊളി നല്ല ഹെഡ്ലൈറ്റ്. പിന്നെ ആ വീലൊക്കെ ആണെങ്കിലും ലോയ് വീല് മാതിരിയുള്ള വീലാട്ടോ. 1926 വന്നിരിക്കുന്നത്. കാണാൻ നല്ല ലുക്കാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോയി നോക്കുവാണെങ്കിൽ ഇവിടെ കുറേ ആളുകൾ കിടപ്പുണ്ട്. ഇതുകൊണ്ട് ഒരു നമ്മുടെ 1996 മോഡൽ ഒരു മറ്റാഡോറിൻ്റെ വണ്ടിയാണ് അവിടെ. നല്ല അടിപൊളി ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പായിട്ടാണ് ചക്കന്ന് ഇവിടെ നിൽക്കുന്നത്. കാണാൻ നല്ല സൂപ്പറല്ലേ.
അവിടെ കണ്ണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറാട്ടോ വണ്ടി കാണാൻ വേണ്ടി. പിന്നെ അതേപോലെ നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ കുറേ SS80 വണ്ടികൾ കിടപ്പുണ്ട്. ആ പെയിൻറ്റ് ഫിനിഷ് ഒക്കെ ഇതിൻ്റെ ബോണറ്റ് ഓപ്പണിങ് വരുന്നുണ്ട്. അത് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ആ റിഫ്ലക്ഷൻ കാരണമാണ് കാണാൻ പറ്റാതെ വരുന്നത്. 1985 മോഡൽ വണ്ടി കേട്ടോ. അതിൻ്റെ ബോണറ്റ് ഇതാ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്ത് ലുക്കാന്ന് നോക്കി. ടയറൊക്കെ നല്ലൊരു കുഞ്ഞ് ടയറാണ് വരുന്നത്. പിന്നെ സീറ്റൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്ത് പണിത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കുറേ അങ്ങനെ വണ്ടിയാണ് കിടക്കുന്നത്. പിന്നെ നമ്മളിതാ ഇവിടെ ഞാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അംബാസിഡർ അവർ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. എന്ത് അടിപൊളിയായിട്ടാണ് അവർ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നത് നോക്കി. എന്താ എൻ്റെ ഹെഡ്ലൈറ്റും ബമ്പറും എൻജിനും എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇതുണ്ട് എല്ലാം ടയറാണെങ്കിലും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ സീറ്റ് ഗിയർ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ അടിയിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട്.